Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എക്സോസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് വാൾവട്രോണിക് എക്സോസ്റ്റും അതേപോലെ വാൾവട്രോണിക് അല്ല നമുക്ക് കട്ട് ഓഫ് മാത്രമായിട്ട് വരുന്ന എക്സോസ്റ്റും ഉണ്ട്. കാര്യം നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റിനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കട്ട് ഓഫ് ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മളെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്റെ കൈവശം ഇരിക്കണം. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത് പോലും. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വാട്സാപ്പിൽ മിസ്റ്റേക്ക് അയച്ചിട്ട് ചോദിച്ചു ബ്രോ ഈ സാധനം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി നടന്നപ്പോഴാണ് നമ്മളൊരു സുഹൃത്തിൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാനിതൊക്കെ എടുത്തു. അതേപോലെ ബൊർല റൈമസ് കാർബൺ, റൈമസ് നോർമൽ, അതേപോലെ ഡബിൾ ടിപ്പ്, അതിന്റെ എല്ലാത്തിന്റെ വീഡിയോസ് നമ്മൾ വരും ടൈമുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിനെ അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്, ആ രീതികളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ ചാനലിലാണെന്ന് എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതാണ്ട് ചെറിയൊരു ബോക്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ അത് ഫിറ്റ് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളെല്ലാം ഈ ഒരു കാറ്റലോഗിനകത്തുണ്ട്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഫുൾ കാറ്റലോഗിനകത്തുണ്ട്. അതാ വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലേ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ഔട്ട്ലൈൻ വരുന്നത്. അതായത് നമുക്ക് സൗണ്ട് കിട്ടാനായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. ഇത് നമ്മളെ ത്രൂ പൈപ്പാണ്, ത്രൂ ഔട്ട് ചെയ്യേണ്ട പൈപ്പാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈപ്പ് ഇടേണ്ട ഈ ഒരു പൊസിഷൻ ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വന്ന് ഇന്ന് കയറിയതിന് ശേഷം ഇതിലേക്കൂടെ നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെ പോകും. പക്ഷേ ആ സ്റ്റോക്ക് എക്സോസ്റ്റിനെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഓണാക്കി ഇവിടെ നിന്ന് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ എക്സ്പെൻസും വരത്തില്ല. എന്നാൽ അവരതായിട്ട് പോലീസും കാര്യങ്ങളും കണ്ട വെഹിക്കിളൊക്കെ വന്നാലും വണ്ടിക്കാൻ നോക്കാൻ സ്റ്റോക്ക് എക്സോസ്റ്റ് ഉണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതായത് ചെക്ക് ചെയ്യും കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഈ ഒരു സാധനത്തിനുണ്ട് കേട്ടോ. പിന്നെ റേറ്റും നമ്മളെ സാധാ എക്സോസ്റ്റിനേക്കാളും റേറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് വരുന്ന ഇതിൻ്റെ ഓണും ഓഫും ആക്കുന്ന സാധനമാണ്. ഈ ഒരു വാൾവ് ഓപ്പൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. അത് ഞാൻ ഓണും ഓഫ് ആവുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് ഓണും ഓഫും ആവുന്നത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ ബേക്കിലേക്കുള്ള ഔട്ട്ലൈനിലോട്ട് ഘടിപ്പിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് 2 റിങ് ത്രെഡുകളും അതേപോലെ അതിൻ്റെ ലോക്കും കാര്യങ്ങളെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് ഫുൾ കിറ്റ് യൂണിറ്റാണ് കേട്ടോ. 2 റിമോട്ടും കാര്യങ്ങളെല്ലാം വരും. 2 റിമോട്ടുണ്ട് കണ്ടില്ലേ, 2 റിമോട്ടുണ്ട്. അതേപോലെ ഇത് കണക്ഷൻ കൊടുക്കാനുള്ള രീതികളും കാര്യങ്ങളും എല്ലാം നമ്മളിതിനകത്ത് ഉണ്ട്. അപ്പോൾ അതേപോലെ വേണം നമുക്ക് സെറ്റ് ചെയ്യാനും കൂടെ ഉള്ളത്. അത് നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ നമ്മൾ സിഗരറ്റ് ലാമ്പിനകത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ എഗ്നീഷോ ACC കൊടുത്താലും മതി. നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പീസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിനകത്ത് കൊടുക്കേണ്ട മെത്തേഡുകളും എല്ലാം വന്നിട്ടുണ്ട്. ഈ യൂണിറ്റാണ് ഇത് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കാറ്റലോഗിനകത്തുണ്ട്. അപ്പോൾ മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള രീതികളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സോസ്റ്റ് ക്യാനിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ നമുക്ക് ഒരു വണ്ടിക്ക് അത് 3 ക്യാൻ വരും. നമ്മൾ അവസാനത്തെ ക്യാനാണ് നമ്മളെ എൻഡ് ക്യാൻ വരുന്നത്. പിന്നെ നമുക്ക് സെൻട്രൽ ക്യാൻ വരും. പിന്നെ നമുക്ക് ഗ്യാസ് ഫുൾ ക്യാൻ വരും. അതായത് ഉള്ളിട്ടിരിക്കുന്ന ക്യാൻ വരും. അത് നമ്മളെ എക്സോസ്റ്റ് ത്രൂ ഔട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ അത് വന്നിട്ട് ആദ്യം ക്യാൻ, രണ്ടാമത്തെ ക്യാൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെയും രണ്ടാമത്തെ ക്യാൻ്റെ ഇടയിൽ വേണം നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സൗണ്ടും കാര്യങ്ങളും കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ല ഓവർ സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 ഗുള്ളിനകത്ത് കിടക്കുന്ന ക്യാനകത്ത് കിടക്കുന്ന ഗുള്ളെടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിറ്റിങ്സ് മെത്തേഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിനെ നേരെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് സെറ്റായി വരണേന്ന്. അപ്പോൾ ആ പാടത്തിൽ നമുക്ക് മൊത്തം എന്താ ഇത്ര ഐറ്റംസാണ് നമ്മളെ ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. നമ്മളെ മെയിൻ കിറ്റ്, അതേപോലെ ഹെഡ്, അതിനകത്ത് വാൾവ് ഓൺ ഓഫ് ആക്കാനുള്ള കിറ്റാണ് വരുന്നത്. പിന്നെ നമ്മളെ ഔട്ട്ലൈൻ, പിന്നെ അതിൻ്റെ ഇടഭാഗത്തൊക്കെ ഇടാനുള്ള പീസുകളാണ്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആദ്യം നമ്മളെ ഫസ്റ്റ് പീസ് ഇതാണ്. അതിനുശേഷം നമ്മളെ ഈ പീസിനെ ഇതിനകത്ത് വയ്ക്കണം. അതിനുശേഷം ഇതിനെ ഇവിടെ ആഡ് ചെയ്യണം. കണ്ടല്ലേ, അവിടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്ക്രൂ ഇടും. നമ്മളത് അവിടെ സ്ക്രൂ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് വീണ്ടും ഇതിൻ്റെ ഇടയിൽ വയ്ക്കണം. ഇത് മൊത്തം 2 പീസുണ്ട്. കണ്ടില്ലേ, അത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പീസിനെ വെച്ച് ടൈറ്റ് ചെയ്യുക.
അപ്പോൾ ദാ ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന പീസിനെ നമ്മളതാ ഈ ഒരു പീസ് ഇതിൻ്റെ ഇടയിലിടണം കണ്ടോ. അതിന് ശേഷം ഈ ഒരു പീസിൻ്റെ ഇടയിൽ വയ്ക്കണം. എന്നിട്ട് രണ്ടിനെ കൂടെ ടൈറ്റ് ചെയ്യണം. നമ്മളെ എക്സോസ്റ്റ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ. ഇതാണ് നമ്മളെ വാൽവട്രോണിക് എക്സോസ്റ്റിൻ്റെ കട്ട് ഔട്ടർ എന്ന് പറഞ്ഞു വരുന്ന സംഭവം ഇതാണ്. പക്ഷേ ഫുൾ കിറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ എക്സോസ്റ്റിന് ഡയറക്റ്റ് തന്നെ ഇത് കട്ട് ഓഫ് ഓൺ ഓഫ് ആക്കാനുള്ളൊരു മെത്തേഡാണ് വന്നത്. പിന്നെ നമ്മൾ ഈ വാൽവും കാര്യങ്ങളൊക്കെ ഓണാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വർക്ക് ആവണത് നമ്മളെ യൂണിറ്റാണ് ഉണ്ടല്ലേ. ഇത് നമ്മളിവിടെ എൻഡിൽ കണക്ട് ചെയ്യുക. സിമ്പിളാണ് ഇത് കൊടുക്കാനൊക്കെ ആയിട്ട്. രണ്ട് കണക്ടറിട്ട് കണക്ട് ചെയ്യുക. പിന്നെ നമ്മളിവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഓൾറെഡി ആയിട്ടുണ്ട്. പവർ, മോട്ടർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് മോട്ടർ. അതിനകത്തിട്ട് നമ്മൾ ഈ ഒരു ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പവർ കൊടുക്കണം. അതായത് DC കൊടുക്കാനായിട്ട് ഇതിവിടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ റിമോട്ടിലാണ് ഓൾറെഡി ആയിട്ട് വർക്ക് ആവുന്നത്. അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ എന്താ നമുക്ക് ഇതിൻ്റെ വാൽവ് ഓണാക്കുന്ന വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ വാൽവ് ഓണാക്കാൻ വേണ്ടി ഞാൻ നോക്കിയായിരുന്നു വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ ഞാൻ ഡയറക്റ്റ് ബാറ്ററി കൊടുക്കാൻ എൻ്റെ ബാറ്ററി സൗകര്യങ്ങളൊന്നും ഞാൻ സെറ്റാക്കി വെച്ചിട്ടില്ല. ഞാനൊരു DCക്ക് ആയിട്ട് SMPS പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ എല്ലാം വണ്ടിക്കകത്തിട്ടാണ് നോക്കാറ്. അപ്പം എനിക്കത് കൊണ്ട് എനിക്ക് ഓപ്പൺ ചെയ്യാൻ ഞാൻ കുറേ നേരം ട്രൈ ചെയ്തു. ആരെങ്കിലും വരുമോ, സുഹൃത്തുക്കൾ ആരെങ്കിലും വരികയാണെന്നില്ല അവരെ വണ്ടിക്കകത്ത് നമുക്ക് സെറ്റ് ചെയ്ത്, അതായത് ഇതിൻ്റെ വാൾവ് ഓണാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഇതാ നമ്മളെ ഫുൾ സെറ്റിങ്സ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് സാധനം കണ്ടല്ലോ. ഇതൊരു മോട്ടർ, നോർമലായിട്ടൊരു മോട്ടറും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇവ ഇത്രയാണുള്ളൂ കേട്ടോ നമ്മളെ ഈ സെറ്റപ്പ്. ഇതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഇത് വെച്ചിന്റെ സൗണ്ടും കാര്യങ്ങളും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ സൗണ്ട് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ല. അതേസമയം നമുക്ക് ബോർലയും നമ്മളെ റൈമേഴ്സിന്റെയും വീഡിയോസ് വരുന്ന ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബോർലെ ഡുവൽ ടിപ്പ് ആയിരിക്കും. അതേപോലെ റൈമേഴ്സ് വന്നിട്ട് നമ്മളെ കാർബൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വരും ടൈമിൽ അപ്ലോഡ് ചെയ്തിരിക്കും. നമ്മളെ എക്സോസിന്റെ വീഡിയോസ് നോർമൽ ഒരു ഇമ്പോർട്ട് മ്യൂസിക്കാണ് ഞാനുള്ളത്. അപ്പോൾ അതിനേക്കാണ് സ്വിഫ്റ്റിനകത്ത്. അപ്പം ബോർല സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളൊരു സ്വിഫ്റ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടല്ലേ നമ്മൾ ഈ എക്സോസ് ഇത്രയാണ് ഉള്ളത്. പക്ഷേ ഇത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് സൂപ്പർ ബൈക്കിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. നല്ല രസവും കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല സൂപ്പർ ബൈക്കിലൊക്കെ എക്സോസ്റ്റ് കട്ട് ഓഫ് ഒക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് ട്രൈ ചെയ്യാനുണ്ട്. ബൈക്കിലും വെക്കാം, കാറിൽ മാത്രമല്ല. ഒരുപാട് പേര് ബൈക്കിന്റെ എക്സോസ്റ്റ് കാറിലൊക്കെ വയ്ക്കുന്നുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോസ് ഇവിടെ കൊണ്ട് തീരണം. അപ്പോൾ നമുക്ക് ഈ സംഭവം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാനോട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേരും കാർബൺ കസ്റ്റംസ് കേരളം എന്നാണ്. അതുകൂടെ കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ വീഡിയോസ് ഇവിടെ കൊണ്ട് തീരണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ.